നമ്മുടെ പുതുതലമുറ ചിലരെങ്കിലും അച്ഛനെയും അമ്മയുടെയും കണ്ണുനീരിനുള്ള കാരണക്കാരായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതവരുടെ കുഴപ്പമല്ല. കുഞ്ഞുങ്ങൾക്ക് മനഃപൂർവ്വം അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കണം അല്ലെങ്കിൽ സങ്കടപ്പെടുത്തണം എന്നൊന്നും ചിന്തയുണ്ടാവില്ല. പക്ഷേ അവർ കുട്ടിക്കാലം മുതൽ ശീലിച്ചു വന്നതും ആർജിച്ചു വന്നതുമായിരിക്കും അവർ പിന്തുടരുക. അതുമൂലം ആരോട് എന്തു പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എവിടെ വെച്ച് പറയണം എന്നുള്ള ചിന്ത പോലുമില്ലാതെ പലപ്പോഴും തൻ്റെ മാതാവിനും പിതാവിനും താൻ പറയുന്നത് കഠിനമായ ഹൃദയ വ്യഥയെ സൃഷ്ടിക്കും എന്ന ചിന്ത പോലുമില്ലാതെ യാതൊരുവിധ വീണ്ടുവിചാരവുമില്ലാതെ ചില കുഞ്ഞുങ്ങളെങ്കിലും പ്രവർത്തിക്കുന്നതായി പല മാതാപിതാക്കളും സങ്കടം പറയാറുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ സന്തതികളുടെ പ്രവൃത്തി മൂലം ശിരസ് താഴ്ത്തി നടക്കേണ്ട ഗതികേടിലേക്ക് എത്തപ്പെട്ട ഹതഭാഗ്യരായ മാതാപിതാക്കളെയും നമ്മൾക്ക് പരിചയമുണ്ടായിരിക്കും. എന്നാൽ ശ്രദ്ധിച്ചാൽ നമ്മൾക്കൊന്ന് മനസ്സിലാകും. പലപ്പോഴും മാതാപിതാക്കൾ പരാതി പറയാൻ തുടങ്ങുന്നത് സന്തതി ഒരു പ്രായപരിധി എത്തിയതിന് ശേഷമായിരിക്കും. പിന്നെ പരാതി പറഞ്ഞിട്ടോ അവരെ ഉപദേശിച്ച് നേരായ മാർഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് പോലും മൗഢ്യമാണ്. അതിനുള്ള സാധ്യത തുച്ഛവുമാണ്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം? പരിഹാരമുണ്ട്. നമ്മുടെ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും വേദങ്ങളിലുമെല്ലാം അതിനനുയോജ്യമായ ധാരാളം ഉപദേശങ്ങളെയും ജീവിത രീതികളെയും വിവരിച്ചു തരുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കണം എന്ന് പലപ്പോഴും സൂചിപ്പിക്കുന്നുമുണ്ട്. ശരിക്കും ഒരു സന്തതിയുടെ സ്വഭാവം രൂപീകൃതമാകുന്നത് അമ്മയുടെ 9.5 മാസത്തിലെ ഗർഭകാലത്തെ പ്രവർത്തനത്തിനെ ആശ്രയിച്ചായിരിക്കും. കാരണം അമ്മയുടെ ചിന്തകൾ, അമ്മയുടെ ആഗ്രഹങ്ങൾ, അമ്മയുടെ സങ്കടങ്ങൾ, അമ്മയുടെ അഭിലാഷങ്ങൾ, അമ്മയുടെ നടത്തം, അമ്മയുടെ ഉറക്കം, അമ്മയുടെ കിടത്തം, അമ്മയുടെ ആഹാര രീതികൾ, അമ്മയുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാം കുട്ടിയിലേക്കും എത്തപ്പെടുന്നു. അപ്പോൾ ഒരമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തനിക്കുണ്ടാകുന്ന സന്തതി സൽബുദ്ധി ആകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനിപ്പിച്ചതിന് ശേഷം ആഗ്രഹിച്ചാൽ എത്രത്തോളം ഫലവത്താകുമോ അതിനേക്കാൾ പ്രയോജനമാണ് ഗർഭകാലത്തെ ആ 9.5 മാസത്തിലെ ശ്രദ്ധ. ഏതായാലും സന്തതി ജനിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? സംശയിക്കേണ്ട മാർഗങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്ന അറിവുകളാണ് അവരുടെ ഭാവിയിലേക്കുള്ള സൂചികയായി മാറുന്നത്. 2020 വരെ കേരളത്തിലുണ്ടായിരുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം കേവലം 1000-ൽ താഴെയായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 8000-ന് മുകളിൽ വൃദ്ധസദനങ്ങൾ കേരളത്തിൽ മാത്രമുണ്ടത്രേ. ഇവിടേക്ക് എത്തപ്പെടുന്നത് എല്ലാം അല്ലെങ്കിലും ഭൂരിഭാഗവും സന്തതികളെ സൃഷ്ടിച്ചവർ തന്നെയാണ്, മാതാവോ പിതാവോ ആണ്. അതിൽ നല്ലൊരു വിഭാഗത്തിൽ തന്നെ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിലേക്കോ വഴിയിലേക്കോ പടിയടച്ച് പിണ്ടം വെച്ചതിൽ സന്തതികൾ തന്നെയായിരിക്കും പ്രധാന കാരണക്കാർ അല്ലെങ്കിൽ പ്രധാന വ്യക്തികൾ. ഏതായാലും കുറ്റം ആരുടേതാകട്ടെ വിചാരണ ചെയ്യേണ്ട സമയവും സന്ദർഭവും ഒന്നുമല്ല. നമ്മുടെ വിഷയവും അതല്ല താനും. സന്തതികൾ വാർദ്ധക്യകാലത്ത് തനിക്കുള്ള പിന്തുണ കൊടുക്കും, തന്നെ യഥാരീതി പരിപാലിക്കും എന്ന സ്വപ്നമാണ്, ചിന്തയാണ്, പ്രതീക്ഷയാണ് ഓരോ മാതാവിനെയും പിതാവിനെയും ആവുന്ന കാലത്ത് തൻ്റെ ആരോഗ്യത്തെ മുഴുവൻ സന്തതികൾക്ക് വേണ്ടി ഹോമിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. തൻ്റെ സ്വത്തും സമ്പത്തും സന്തതികൾക്കായി അവർ ദാനം നൽകുന്നു. എന്നാൽ ഒടുക്കം സന്തതികൾ അവരെ അവഗണിക്കുമ്പോൾ ഹതഭാഗ്യരായി മാറുവാൻ വിധിക്കപ്പെട്ടവരായി അവർ സ്വയം ശപിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ സന്തതികളെ സൽബുദ്ധികളായി വളർത്തണം. അതിന് വേദങ്ങൾ എന്താണ് പറയുന്നത്? ഉപനിഷത്തുക്കൾ എന്താണ് പറയുന്നത്? പുരാണങ്ങൾ എന്താണ് പറഞ്ഞത്? സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾക്ക് എന്താണ് കാട്ടിത്തന്നത് എന്ന് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. അതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളിലും ഓരോ ദിനവും അവരുടെ ദിനചര്യയുടെ ഭാഗമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ പ്രിയമിത്രങ്ങൾ പലർക്കും അറിവുള്ളതാകാം. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സൽബുദ്ധികളായി വളരണമെങ്കിൽ അച്ഛനും അമ്മയും കൊടുക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും ഏകബുദ്ധിയോടുകൂടിയും അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതുമായ ചില ശീലങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടാം. സൽസ്വഭാവികളായി മാറുവാൻ, ബുദ്ധിയുടെ മൂർത്തിമത് ഭാവമായി മാറുവാൻ, സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ശ്രേയസ്സും അനവരതം കരഗതമാക്കുന്ന തലത്തിലേക്ക് നമ്മുടെ സന്തതികൾ എത്തുവാൻ മഹാഭാഗവതത്തിലെ ധ്രുവൻ്റെയും പ്രഹ്ലാദിൻ്റെയും തുല്യം ജ്യോതിസുകളായി, നിറദീപങ്ങളായി ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആദരവേറ്റുവാങ്ങി അഭിമാനത്തോടുകൂടി അച്ഛനെയും അമ്മയും പരിപാലിക്കുന്ന സന്തതികളായി നിങ്ങളുടെ സന്തതികൾ മാറണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ, ചെറുപ്രായത്തിൽ തന്നെ ഈ ശീലങ്ങൾ അവരിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കൂ. കുഞ്ഞുങ്ങളിലേക്ക് നിർബന്ധമായും ബാല്യത്തിലെത്തിക്കേണ്ട ചില ശീലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾക്ക് ഓരോന്നോരോന്നായി അറിയുവാനുള്ള ഒരു എളിയ ശ്രമം മിത്രങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുന്നു. കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കുവാനും അവരെ കൊണ്ട് ചെയ്യിക്കുവാനും കഴിയുന്ന ഏതെങ്കിലുമൊക്കെ പറഞ്ഞു തരണമെന്ന്. ഒരുപക്ഷെ അതിനുള്ള ഒരു നിമിത്തമായി ഇത് മാറട്ടെ. നമ്മൾക്ക് ആദ്യമായി ഒരു ദിനം പ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യിക്കേണ്ടത്? നമ്മൾക്ക് കിടക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം.
കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാലുടൻ അവരോട് പറയുക, കട്ടിൽ നിന്ന് കാലെടുത്ത് താഴേക്ക് വെക്കുന്നതിന് മുമ്പ് തൻ്റെ ഇരു കൈവെള്ളകളും മലർത്തിപ്പിടിച്ചുകൊണ്ട് ആ കൈവെള്ളകളിലേക്ക് നോക്കിക്കൊണ്ട് കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതൗ ഗൗരി പ്രഭാതേ കരദർശനം. ചിലയിടത്ത് കരമൂലേതു ഗോവിന്ദ എന്നും പറയുന്നു. എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമ്മളിവിടെ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം, ഇത് ജപിക്കാൻ മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ടാണ് ഇത് ജപിക്കേണ്ടത്, എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ഇത് ജപിക്കേണ്ടത്, അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചുമ്മാതെ വഴിക്ക് ജപിച്ചത് കൊണ്ട് കാര്യമില്ല. മന്ത്രമെന്നാൽ മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. അങ്ങനെ ത്രാണനം ചെയ്യണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ, രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ മന്ത്രത്തിൻ്റെ പൊരുളും തത്വത്തെയും തലത്തെയും സ്വയം അറിഞ്ഞുകൊണ്ട് വേണം ജപിക്കേണ്ടത്. അങ്ങനെ ജപിച്ചാൽ ഫലമുറപ്പാണ്. ഇവിടെ നമ്മളിന്ന് സൂചിപ്പിച്ചത് കരാഗ്രേ വസതേ, പറഞ്ഞു കൊടുക്കണം അവനോട് അല്ലെങ്കിൽ അവളോട്, നിൻ്റെ കരത്തിൻ്റെ ഭാഗത്ത് വസിക്കുന്നു പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നുമോളെ മഹാലക്ഷ്മി. ലക്ഷ്മി എന്നാൽ ഐശ്വര്യം, സ്വത്ത്, സമ്പത്ത്, ധനം, സമൃദ്ധി, ഇതിൻ്റെയെല്ലാം പ്രതീകമാണ് ഐശ്വര്യം. ആ ഐശ്വര്യം നിനക്ക് നേടണമെങ്കിൽ കരമധ്യേ സരസ്വതി, നിൻ്റെ കരമധ്യത്തിൽ ഹൃദയഭാഗത്ത് നിൻ്റെ ശരീരം മുഴുവൻ സരസ്വതി വ്യാപിച്ചിരിക്കുന്നു. അറിവുള്ളവന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അറിവുള്ളവന് സമസ്ത ലോകവും അവൻ്റെ കാൽക്കീഴിലേക്ക് എത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് നിൻ്റെ അറിവിനെ നീ പ്രയോജനപ്പെടുത്തണം. എങ്ങനെ? കരമൂലേ സ്ഥിതൗ ഗൗരി. ഗൗരി എന്നാൽ എനർജി, ശക്തി, ഊർജം. എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും ഊർജമുണ്ട്. നീ ഊർജ സ്രോതസ്സാണ്, ഊർജത്തിൻ്റെ ഒരു ഭണ്ഡാരമാണ്. നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് നിൻ്റെ ഉള്ളിലെ അറിവിനെ ഊർജത്തിലൂടെ പ്രവർത്തന സജ്ജമായ തലത്തിൽ നീ അറിവിനെ കരഗതമാക്കി നിന്നിലേക്ക് എത്തുന്ന അറിവിനെ പ്രയോജനപ്പെടുത്തി ഐശ്വര്യത്തെ നേടണം. നിനക്ക് കഴിയും കഴിയും കഴിയും. നിൻ്റെ ചിന്തയാണ്, നിൻ്റെ പ്രവൃത്തിയാണ്, നീ നേടുന്ന ജ്ഞാനമാണ് നിൻ്റെ വിജയത്തിൻ്റെ അളവുകോൽ. അതുകൊണ്ട് നിനക്കെന്തും നേടാൻ കഴിയും പൊന്നുമോനെ. സർവ്വവിജയമായ വിജയങ്ങളും നിനക്ക് കരഗതമാക്കാം. കാരണം സമസ്ത ലോകത്തിൻ്റെയും സൃഷ്ടാവായ ഈശ്വരൻ ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും അറിവിൻ്റെയും രൂപത്തിൽ നിൻ്റെ കൈവെള്ളകളിൽ തന്നെ കുടികൊള്ളുന്നു. നിൻ്റെ ഹൃദയഭാഗത്ത് സർവ്വതാ പരിപൂർണമായ പിന്തുണ തല്ലുകൊണ്ട് വർത്തിക്കുമ്പോൾ പൊന്നുമോനെ നിനക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഇത് ജപിക്കാൻ പറയൂ. സ്നേഹത്തോടുകൂടി ഉപദേശിക്കൂ. ഒരിക്കൽ കൂടി പറയട്ടെ, കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ തഥാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കൈകളും തൊഴുത് രണ്ട് കൈകളും പരസ്പരം കൂട്ടിത്തിരുമി ചെറു ചൂട് ആ കൈകളിൽ അനുഭവപ്പെടുമ്പോൾ, കൈവെള്ളകളിൽ അനുഭവപ്പെടുമ്പോൾ ഇരു കൈവെള്ളകളും എടുത്ത് കണ്ണിൻ്റെ മുകളിലേക്ക്, കൺപോളകളുടെ മുകളിലേക്ക് വെച്ച് ആ ചൂടിനെ കൺപോളകൾക്ക് പകർന്നു കൊടുത്ത് ആലസ്യത്തെയും ഉറക്ക ഷടവിനെയും ഇല്ലായ്മ ചെയ്ത് പരിപൂർണമായ ഓജസ്സോടെ, തേജസ്സോടുകൂടി വേണം അവർ പുതുദിനത്തിലേക്ക് പ്രവേശിക്കുകൊണ്ട് അവരോട് ഇത് ജപിക്കാൻ പറയൂ. സ്നേഹത്തോടുകൂടി ഉപദേശിക്കൂ. വേണ്ടി വന്നാൽ ഒരാഴ്ചയെങ്കിലും അച്ഛനും അമ്മയും കൂടെ ഇരുന്നെങ്കിലും അവരെ കൊണ്ട് ജപിപ്പിച്ചാൽ പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. വളർന്നാലും മുതിർന്നാലും ഇത് തീർച്ചയായും ജപിക്കുന്നത് വളരെ വളരെ ഗുണപ്രദമാണ്. അതുകൊണ്ട് പുലർകാലത്തെ ആദ്യത്തെ ഈ ചടങ്ങ് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ അല്പമൊന്ന് പരിശ്രമിക്കൂ. രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.